ശബരിമല പോലെ കോടിക്കണക്കിന് ഭക്തർ എത്തുന്ന ഇത്ര വലിയൊരു സ്ഥലത്ത് നിന്ന് പോകുമ്പോൾ അപ്പം ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റ് സ്ഥലങ്ങളിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളൊരു ആശങ്ക എല്ലാ ഭക്തരും ചോദിച്ചു പോവുകയാണ്. അപ്പോഴാണ് ഈ വമ്പൻ സ്രാവുകളിലേക്ക് നമ്മൾ ചോദ്യം ഇങ്ങനെ അവിടെ കുരുങ്ങുന്നതും അങ്ങനെയാണ്. കാരണം ഇപ്പോൾ കുരുങ്ങിയിരിക്കുന്നത് ഐശ്വര്യ പറഞ്ഞതുപോലെ വമ്പന്മാരാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആണ് എന്ന് തീർത്ത് പറയാൻ സാധിക്കില്ല. സ്വാഭാവികമായും അവർക്കതിൽ നിർണായക പങ്കുണ്ട്. എങ്കിൽ പോലും അന്നത്തെ ദേവസ്വം മന്ത്രി അറിയാതെ, ഞാൻ ദേവസ്വം മന്ത്രിയിൽ എന്ന് പറയുന്നത് സർക്കാർ അറിയാതെ എന്ന സർക്കാരിലേക്കൊക്കെ ഈ ചോദ്യമുന ഉയരുകയാണ്. കാരണം സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അദ്ദേഹത്തെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പത്മകുമാറാണ് കടകംപള്ളി സുരേന്ദ്രനെതിരെ മൊഴി കൊടുത്തത്. ആ കാര്യം അത് അന്ന് പുറത്തു വന്നതാണ്. പക്ഷേ ഏകദേശം 1 മാസത്തോളം എടുത്തു കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഇത്ര വൈകുന്നു? പ്രതിപക്ഷ നേതാവിനെ മാത്രം പറയേണ്ട, ഹൈക്കോടതി അടക്കം ചോദ്യം ഉന്നയിച്ചതല്ലേ.